വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഡു നോട്ട് ടു ബി ടു സ്മാർട്ട് എന്നാണ് ഞാൻ പേര് പറയുന്നില്ല, പറയേണ്ടപ്പോൾ പറയും. അപ്പൊ അതായത് ഈ ചർച്ചയെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ സംഖ്യമുഖം പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. ഒരവതാരകന് തന്നെ ഭീഷണി നേരിടേണ്ടി വന്നത് തത്സമയം കാണവേ ലോക ജനത ഞെട്ടുകയാണ്. അതെ, ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെയാണ്. അന്വേഷണ ഏജൻസികൾക്ക് തോന്നുന്നത് പോലെ ചെയ്യും. നിരപരാധികളെ പ്രതിയാക്കും, പ്രതികളെ നിരപരാധിയാക്കും. അതെ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രാത്രി ചർച്ചയിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അവതാരകനായിട്ടുള്ള വിനു വി ജോണിനെ പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെ പച്ചയായ മുഖം തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത്. കൊടക്കര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തവേ വിനു വി ജോണിനോട് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വിനു വി ജോണിന്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം എത്തുന്നു. ആ സന്ദേശം ഇങ്ങനെയാണ്: അധികം കളിക്കാൻ നിൽക്കേണ്ട, അഥവാ ഓവർ സ്മാർട്ട് ആവേണ്ട എന്നുള്ളതാണ് ഭീഷണി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടുതലായി കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെയും പിടിച്ച് അകത്തിടും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഈശ്വർ തുടങ്ങിയ ആളുകൾ പങ്കെടുത്ത ആ ചർച്ചയിലെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അവതാരകനെ പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. മാധ്യമ സ്വാതന്ത്ര്യത്തെ പോലും വെല്ലുവിളിച്ച് രംഗത്ത് വരുന്ന നീക്കം നടത്തിയ ഉദ്യോഗസ്ഥന് ചുട്ട മറുപടി തന്നെയാണ് അവതാരകൻ വിനു വി ജോൺ നൽകിയിട്ടുള്ളത്. നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ ഇനിയും തുറന്നു പറയുക തന്നെ ചെയ്യും. കൊടക്കരയിലെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയോ? നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാ, എന്നിട്ട് മതി എനിക്ക് നേരെ. നിങ്ങൾ ഏത് രീതിയിലുമുള്ള അന്വേഷണം നടത്തിക്കോളൂ, ഒരു ഭയവുമില്ല എന്ന് വിനു വി ജോൺ ആ ഉദ്യോഗസ്ഥന് മറുപടി കൊടുക്കുമ്പോൾ അത് ഒരു മാസ് മറുപടിക്കപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് തത്സമയ സംപ്രേഷണം നടക്കുന്ന ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു മുൻനിര ചാനലിന്റെ അവതാരകനെ പോലും ഭീഷണിപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നുണ്ട് എങ്കിൽ അവർ എത്രത്തോളം വളർന്നു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ കൃത്യമായി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. BJPക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് കോടിക്കണക്കിന് രൂപ കേരളത്തിലെത്തിയത് വളരെ വ്യക്തമായി പോലീസിനും അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരുന്നില്ല. BJPക്കാരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നില്ല, അവരുടെ കൂട്ടുകാരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നില്ല, കുടുംബങ്ങളുടെ വീടുകളിലേക്ക് അവർ റെയ്ഡ് നടത്തുന്നില്ല, മറിച്ച് അവർ മിണ്ടാതിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് BJPക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അധികാരത്തിൽ വരുന്ന സമയത്ത് മോദി പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുകയാണ്: രാജ്യത്ത് ഒരു തരത്തിലും കള്ളപ്പണം ഇനി ഉണ്ടാവില്ല എന്നാണ് നരേന്ദ്രമോദിയും കൂട്ടരും പറഞ്ഞത്. പക്ഷേ ആ കൂട്ടർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണ ആരോപണം നിലനിൽക്കുന്നത്. ആരോപണമല്ല കേട്ടോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യം. എന്തായാലും വിനു വി ജോണിന്റെ ആ മാസ് മറുപടി ക്ലിക്കായതോടുകൂടി വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയാണ്. എന്തായാലും ഒരു കാര്യം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്: BJP ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നല്ലതായാലും നല്ലതെന്തായാലും അവർ ചെയ്യൂല. ഇനി നല്ലതായാലും തെറ്റായാലും അതൊക്കെ നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.